കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ഉമയനല്ലൂർ സ്വദേശി ഷംസുദ്ദീനാണ് പരിക്കേറ്റത്. മതിയായ സുരക്ഷ ഒരുക്കാതെയാണ് ദേശീയപാതയുടെ നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അദ്ദേഹം വീഴുന്നത്. വലിയ പരിക്കുകളാണോ ഉണ്ടായിരിക്കുന്നത്? ഈ അപകടം എപ്പോഴായിരുന്നു? നാട്ടുകാരുടെ ആരോപണമുണ്ടല്ലോ മതിയായ സുരക്ഷയില്ല എന്ന്. സത്യാവസ്ഥയാണോ? അമൃത, ശനിയാഴ്ച അതായത് 13-ാം തീയതി രാത്രി ഏകദേശം 10 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം കോട്ടയം ESI ജംഗ്ഷന് സമീപം നടന്നിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഹൈവേക്ക് വേണ്ടിയെടുത്ത ആ റോഡിന്റെ ആ കുഴിയിലേക്ക് വീഴുന്നാണ് ഇത്തരത്തിൽ ഒരു അപകടം ഷംസുദ്ദീൻ ഉണ്ടായിരിക്കുന്നത്. ഷംസുദ്ദീന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷംസുദ്ദീന്റെ വാരിയെല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏകദേശം 10 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്കാണ് ഷംസുദ്ദീൻ വീഴുന്നത്. കോട്ടയത്ത് നിന്ന് ഉമയനല്ലൂരിലേക്കുള്ള തന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അത് ഷംസുദ്ദീൻ പറയുന്നത് എങ്ങനെയാണ്, എതിരെ വരുന്ന വാഹനം അത് ബ്രൈറ്റ് ലൈറ്റ് അടിച്ചത് കാരണം പെട്ടെന്ന് കണ്ണിലേക്ക് ആ വെട്ടം അടിക്കുകയും വാഹനം വശത്തേക്ക് നീക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ ബാലൻസ് തെറ്റി ആ ഹൈവേക്ക് വേണ്ടി എടുത്ത ആ കുഴിയിലേക്ക് വീഴുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ്. കൃത്യമായി അവിടെ ആ കുഴി എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ബാനർ മാത്രം, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു വലിച്ചു കെട്ടൽ മാത്രമാണ് അവിടെ ഉള്ളത്. അത് തന്നെയാണ് അത്തരത്തിലൊരു അപകടത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ആരോപിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇത്തരത്തിൽ ഹൈവേക്കെടുത്ത കുഴികളിൽ പെട്ട് ഇതുപോലെയും വലുതും ചെറുതുമായുള്ള നിരവധി അപകടങ്ങൾ മിക്കവാറും സംഭവിക്കാറുണ്ട്. വേണ്ടുന്നതായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കൊട്ടിയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് കൊട്ടിയത്ത് നഗരത്തോട് ചേർന്നുള്ള ESI ആശുപത്രിക്ക് സമീപമുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുകയും ഷംസുദ്ദീന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്.